ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഓണം കളക്ഷൻസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ്. ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത്. നല്ല പ്രീമിയം, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ലുക്ക് തരുന്ന സാരി തന്നെയാണ് കേട്ടോ. നല്ല ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്ന സാരിയാണ്. രണ്ട് സൈഡും ആ ഒരു ഗോൾഡൻ കര ബോർഡർ ആയിട്ട് വരുന്നുണ്ട്. സാരിയുടെ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം മുതൽ ഈ ഒരു ഏരിയ മുതലാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ തന്നെ ആന്റി ഗോൾഡൻ കളർ ഷെയ്ഡിലുള്ള ഇതുപോലെ ബുട്ട വീവിങ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ അത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല, ഇടയ്ക്ക് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു വീവിങ് പോകുന്നുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങനെ ആ ഒരു വീവിങ് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സാരി വരുന്നത്. രണ്ട് സൈഡിലും സെയിം ബോർഡേഴ്സ് തന്നെ വരുന്നു. മുന്താണിയിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് അത് വരുന്നത് കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന സാരി തന്നെയാണ് കേട്ടോ. ഇതാണ് മുന്താണിയിൽ വരുന്ന ആ ഒരു വീവിങ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ആ ബോർഡറോട് കൂടിയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. പ്രൈസ് വരുന്നത് 1910 1910 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സാരി നോക്കാം. എല്ലാം ഡിഫറെന്റ് ആയിട്ട് പ്രിന്റുകൾ ഉള്ളതും ടിഷ്യൂ വരുന്നതും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് പ്രിന്റുകൾ വരുന്നത് ഇതുപോലെയായിട്ട് കുറേ കളറിന്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതാ ഇതുപോലെ ഒരു ലീഫിന്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടും ബോഡിയിൽ വരുന്നുണ്ട്. ബോർഡറിലേക്ക് ഇതിങ്ങനെ ഇതുണ്ടോ, കുറച്ചുകൂടെ തിക്കായിട്ട് ബോർഡറിൽ ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബോർഡേഴ്സ് രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. ഇതുപോലെ മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ മുന്താണിയിലും ആ ഒരു ഗോൾഡൻ കര വരുന്നുണ്ട്. പ്ലസ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു സാരിയിൽ വരുന്ന സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റുകളും ഇതുപോലെ വലിയ സ്ലീവിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ വലിയ ഹെവി ആയിട്ടുള്ള ആ ഒരു പ്രിന്റുകളാണ് വരുന്നത്. ഇതും ടിഷ്യൂവിൽ തന്നെയാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1810 ആണ് കേട്ടോ. 1810 ആണ് പ്രൈസ് വരുന്നത്. ബ്ലൗസ് നല്ല പ്രിന്റഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും ബ്ലൗസ് പീസും വരുന്നുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു ലോട്ടസിന്റെ ഒക്കെ ഒരു ലീഫും ഫ്ലവറും കൂടെ നിൽക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. രണ്ട് സൈഡിലും ആ ഒരു ബോർഡർ ഇങ്ങനെ ഫ്ലവറിനെ കൊടുക്കുന്നുണ്ട്. സ്കാറ്റേർഡ് ആയിട്ടും ആ ലോട്ടസിന്റെ ഫ്ലവർ മാത്രമായിട്ടും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിലും വരുന്നുണ്ട്. രണ്ടിനും ഗോൾഡൻ കളർ ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ സാരിയാണ് വരുന്നത്. ഉടുത്തൊക്കെ കഴിയുമ്പോൾ അതും ആ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ 3D പ്രിന്റ് പോലെ നല്ലതായിട്ട് എടുത്ത് കാണിക്കുന്ന ആ ഒരു പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് അത് കൊടുക്കുന്നത്. വലിയ ഫ്ലവേഴ്സ് ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കരയും അതിന് ടാസിൽസ് വരുന്നില്ല. ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിന് ബ്ലൗസ് പീസ് വരുന്നത്. ഒരു റെഡ് കളറിലേക്ക് ആ ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ആ താമരയുടെ ഒക്കെ മൊട്ടില്ല ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അതും ഗോൾഡന്റെ വീവിങ് ഇതിലും പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 1790 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നതും ഒരു ടിഷ്യൂ സാരി തന്നെയാണ്. ഇതിനകത്ത് കോണം ബേസ്ഡ് ആയിട്ടും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വരുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക്, ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് അതിന്റെ ആ ഒരു ബോർഡേഴ്സ് പോകുന്നത്. ഭയങ്കര ഹെവി ആയിട്ടും ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ ഇത്. ചെറിയൊരു ബുട്ട വീവിങ് പോലെ അതിന്റെ വീവിങ് ഇതുണ്ടോ, നമുക്ക് ക്ലോസ് റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. ബോർഡേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടും നല്ല രസമുള്ള പാറ്റേൺ ആണ് ബോർഡറിലും വരുന്നത്. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ തരുന്ന ഒരു സാരിയാണ് കേട്ടോ. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. മുന്താണിയുടെ സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1415 ആണ്. നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നമ്മുടെ ഒരു ടൈ ആൻഡ് ഡൈ ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. രണ്ട് ഷെയ്ഡിലേക്ക് ഇതാ ഇങ്ങനെ. സാരിയിൽ ഒരു ഗോൾഡൻ ടിഷ്യൂ വീവിംഗ് ആണ് തന്നെ പോകുന്നത്. അതിനകത്ത് ഹാഫ് ഒരു ഗോൾഡൻ ഷെയ്ഡും ഹാഫ് ഒരു മൂവ് ഷെയ്ഡിന്റെ ആ ഒരു പാറ്റേണിലേക്കാണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബോർഡർ വരുന്നുണ്ട്. മുന്താണിയിലും സെയിം തന്നെ, ബോഡിയിൽ വരുന്ന ആ സെയിം തന്നെ കണ്ടിന്യൂ ആയിട്ട് മുന്താണി വരെ വരുന്നു. ബ്ലൗസ് പീസും ഇതിന്റെ റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ. സാരിയുടെ പ്രൈസ് വരുന്നത് 1120 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ടിഷ്യൂല് തന്നെയാണ് സാരി വരുന്നത്. അജ്രക്കിന്റെ പാറ്റേൺ ആണ് വരുന്നത്. അജ്രക്കിന്റെ ബോർഡേഴ്സ് ആണ് വരുന്നത് കേട്ടോ. മുന്താണിയും സാരിയുടെ ബോർഡറും അജ്രക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോർഡർ ആയിട്ട് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ചിക്ക് കോമ്പിനേഷനിലാണ് അത് വരുന്നത്. ആ സെയിം തന്നെ മുന്താണിയിലും വരുന്നു ഇതുപോലെ. ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പ്യുവർ കോട്ടൺ അല്ല, ബ്ലെൻഡഡ് കോട്ടൺ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത്
1120 ആണേ. നമുക്ക് അടുത്തത് നോക്കാം. നമ്മളിപ്പോൾ കണ്ടതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ തന്നെ സാരി വരുന്നു. ഇതിനകത്തൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിനകത്തൊരു മെറൂണും ചിക്കു കളറും എല്ലാം വരുന്നുണ്ട്. ടിഷ്യൂ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ, മണിപ്പൂരി സിൽക്ക് ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ പ്രൈസും സെയിം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്, സിൽവർ ബ്ലാക്ക് കോമ്പിനേഷൻ. സിൽവർ ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ടെമ്പിൾ ഡിസൈനിലാണ് ആ ഒരു ബ്ലാക്കിന്റെ പ്രിന്റ് വരുന്നത്. ഇതാണ് കേട്ടോ. രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലൗസ് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. മുന്താണിയിൽ ഇതുപോലെ വലിയ നല്ല ഭംഗിയായിട്ട് ആ ഒരു കരയും ആ ഒരു ബോർഡറും കൊടുക്കുന്നുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഇതിന്റെയും പ്രൈസ് വരുന്നത് സെയിം ആണ്, 1120 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ സാരിയാണ് വരുന്നത്. അതിനകത്തും ആദ്യം ഗോൾഡൻ ജെറിയുടെ വീവിംഗ് ആണ് പോകുന്നത്. നല്ല ഭംഗിയാട്ടോ. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ബ്ലൗസ് പെയർ ചെയ്യാം. ഇച്ചിരി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഹെവി വർക്കുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാലും എന്തിട്ടാലും നമുക്ക് ഇതിനകത്ത് മാച്ച് ആയിപ്പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയുള്ള ബോർഡറുമാണ് കേട്ടോ. ഒരു സിംഗിൾ ബോർഡർ വന്നിട്ട് അതിനകത്ത് ആ ഒരു ടെമ്പിൾ ഡിസൈനിന്റെ പാറ്റേണും കൂടെ വരുന്നുണ്ട് രണ്ട് സൈഡിലും. അതുപോലെ ബുട്ട വീവിംഗ് ബോഡിയിലെല്ലാം വരുന്നുണ്ട്, സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. മുന്താണ്ടി നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ, വിത്ത് ആ ബോർഡറും കൂടെ വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 1115 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെ, ഗോൾഡൻ ടിഷ്യൂല് തന്നെ വരുന്നു. ബോർഡറിൽ ഇതുണ്ട്, ഇതിന്റെ ബോർഡർ കണ്ടോ, ഒരു സ്ട്രൈപ്സിന്റെ ഒക്കെ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് അതിന്റെ ബോർഡർ കൊടുക്കുന്നത്. ഇതിനകത്തും ഗോൾഡൻ ബുട്ട വീവിംഗ് പോകുന്നുണ്ട്. ഇതിന് നമുക്ക് ഏകദേശം ഇഷ്ടമുള്ള ഏതെങ്കിലും ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് റണ്ണിങ് ബ്ലൗസസ് അവൈലബിൾ ആണ്. മുന്താണി വരുന്നത് ഇതുപോലെ, ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് വരുന്നു ഇതുപോലെ. ബ്ലൗസ് പീസും ആ ഒരു ബോർഡറോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1105 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെ, ഗോൾഡൻ ടിഷ്യൂല് വരുന്ന സാരിയാണ്. ഇതാണ് കേട്ടോ സാരി വരുന്നത്. ഇത് ബോഡിയിൽ പ്ലെയിൻ ആയിട്ട്, ബോഡി പ്ലെയിൻ ആയിട്ട് വരും. ബോർഡേഴ്സ് രണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിന്റെ, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിൽ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ. പ്ലേറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ബോർഡേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതുപോലെ ആ ഒരു ഗോൾഡൻ കരയുള്ള ബോർഡേഴ്സും വരുന്നുണ്ട്. മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസും റണ്ണിങ് ആയിട്ട് തന്നെ ബ്ലൗസ് പീസിലും നമുക്ക് ആ ഒരു ബോർഡേഴ്സ് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1060 ആണ്, 1060 ആണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ്. അതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഒരു ബർഗണ്ടി ഷെയ്ഡിന്റെ ഒക്കെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് പക്ഷെ കാണാനായിട്ട്. ഇങ്ങനെ വരും. ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ്. ഇതിനകത്ത് ബോർഡർ, ഞാൻ നേരത്തെ പറഞ്ഞത് ബോർഡർ ഉണ്ടെന്ന്, ബോർഡറിലേക്ക് വരുന്നില്ല, ബോർഡറിലേക്ക് ഫ്ലവേഴ്സിന്റെ പാറ്റേൺ വരുന്നില്ല. ആ ഒരു ഗോൾഡൻ കര ബോർഡർ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് സെയിം ആണ്, 1060 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ നല്ല വലിയ വലിയ ഫ്ലവേഴ്സിന്റെ ഒരു പാറ്റേൺ ആണ്. ഒരു ബർഗണ്ടി ഷെയ്ഡിന്റെയും ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിന്റെയും കോമ്പിനേഷനിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഉടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്താലൊക്കെ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിലൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പെയർ ചെയ്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 1060 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു കളർ ചേഞ്ച് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പീച്ചിന്റെയും ഒരു എന്താ പറയാ, ഒരു വയലറ്റ് ഷെയ്ഡിന്റെയും കോമ്പിനേഷനിൽ. അതിനിടയ്ക്കെല്ലാം ഡോട്ട്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷനും ആണ്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. പ്രൈസും സെയിം തന്നെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു കോട്ടൺ സാരി തന്നെയാണ്. ഇതിനകത്ത് ഒരു സൺഫ്ലവറിന്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ആ ഒരു ഷേപ്പിൽ ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഇതുപോലെ ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഒരു യെല്ലോ, ഗ്രീൻ, പിങ്ക് ഷെയ്ഡ് എല്ലാം വരുന്നുണ്ട്. ചെറിയ ബോർഡർ ആണ് വരുന്നത്. ഇങ്ങനെ മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 1170 ആണ്. 1170 ആണ് വരുന്നത്. അടുത്തത് നെക്സ്റ്റ് വരുന്നതും നമ്മളിപ്പോൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നല്ല ഭംഗിയുള്ള സൺഫ്ലവറിന്റെ അതേ തന്നെ ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. ഇതുപോലെ എങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ എല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. യെല്ലോയോ ഓറഞ്ചോ ഇതൊക്കെ പെയർ നല്ല രസമായിരിക്കും കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. പ്രൈസും ഇതിന്റെയും സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്.
സെറ്റ് സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഓണം അടുക്കാറായി, എല്ലാവരും വേഗം വേഗം പർച്ചേസ് ചെയ്തോ. കാരണം ലേറ്റ് ആവുന്നതോറും പാർസൽ എല്ലായിടത്തും തിരക്കാവും, സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.